Welcome back to Science Online Class. We already discussed the part 1 and part 2 of this chapter, Across the World. This chapter is discussing about the team, one basketball team, their experience they are sharing with us. So we have to ask some of the questions to them. We are doing the interview with them. Okay. Then next we are going to discuss the next topic. We asked ഞങ്ങൾ ചോദിച്ചു, did you face some other physical difficulties? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുഷ്ണൂർ പറയാണ്, ടു ടെൽ ദ ട്രൂത്ത്, സത്യം പറയുകയാണെങ്കിൽ വി ഹാവ് നോട്ട് ഗോട്ട് ഓൾ ദിസ് വെരി ഈസിലി, ഞങ്ങൾക്കിതൊന്നും ഈസി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ആസ് ഗേൾസ് ഈവൻ ടു ബി ഏബിൾ ടു സ്റ്റാർട്ട് പ്ലേയിങ് വാസ് ഡിഫിക്കൽട്ട്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഗേൾസ് പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ ഒരു ഡിഫിക്കൽട്ടാണ്. കളിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഡിഫിക്കൽട്ടാണ്. വി ഹാവ് ടു കൺവിൻസ് അവർ ഫാമിലീസ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫാമിലീനെ കൺവിൻസ് ചെയ്യണം, അവർ സമ്മതം കിട്ടണം. അപ്പോൾ സംടൈംസ് വി ഈവൻ ഹാവ് ടു ഫൈറ്റ്. ഞങ്ങൾ ചില സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈവൻ ടുഡേ നോട്ട് മെനി ഗേൾസ് ക്യാൻ പ്ലേ ലൈക്ക് ദിസ്. പക്ഷേ ഇപ്പോഴെന്താണ്, കുറേ വേറെ മെനി ഗേൾസിനും ഇതുപോലെ കളിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇപ്പോഴും പെൺകുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനൊന്നും പറ്റുന്നില്ല. ഫോർഗെറ്റ് ഗെയിംസ് ഏർലിയർ സം പീപ്പിൾ ഡു നോട്ട് ഈവൻ അലോ ഗേൾസ് ടു സ്റ്റഡി. അതായത് ഗെയിംസൊക്കെ മറക്കുക. അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളൊക്കെ ഒരിക്കലും ഗേൾസിനെ കളിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. മൈ മദർ വാണ്ടഡ് ടു ഡു മെനി തിങ്സ് ബട്ട് ഷീ നെവർ ഗോട്ട് എ ചാൻസ്. പക്ഷേ എൻ്റെ മദറിനൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ മദറിനൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നെ അങ്ങനെ ചെയ്തില്ല എന്നാണ് പറയുന്നത്. സോ മൈ മദർ എൻകറേജസ് മീ ടു ടേക്ക് പാർട്ട് ഇൻ ഓൾ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ എൻ്റെ മദർ എന്നെ എൻകറേജ് ചെയ്തിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തു. എന്തൊക്കെയൊക്കെ, ലൈക്ക് ഗെയിംസ്, സ്വിമ്മിങ് ആൻഡ് ഡ്രാമ, നാടകം, അതുപോലെ തന്നെ സ്വിം ചെയ്യാൻ, ഗെയിംസ് കളിക്കാനൊക്കെ എൻ്റെ മദറാണ് എനിക്ക് എൻകറേജ് ചെയ്തത് എന്നാണ് ആര് പറഞ്ഞത്, കുഷ്ണൂർ പറഞ്ഞത്. ദെൻ അഫ്സാന പറയാണ്, ഈവൻ നൗ, ഇപ്പോഴും വി ആർ സപ്പോസ്ഡ് ടു ഗോ ഹോം ആസ് സൂൺ ആസ് ഇഫ് വി ഫിനിഷ് പ്ലേയിങ്. ഇപ്പോൾ ഞങ്ങളെ കളി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലെത്തണം. അതാണ് റൂൾ അല്ലേ. ദ ബോയ്സ് ഗോ ഹിയർ ആൻഡ് ദർ ആൻഡ് ക്യാൻ ചിറ്റ് ടിൽ ലൈറ്റ് അല്ലേ. പക്ഷേ ബോയ്സ് അവിടെ ഇവിടെയൊക്കെ പോവും. അതുപോലെ തന്നെ ചിറ്റാറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാവരും ലൈറ്റായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് ഇന്ന് ലേറ്റായി പോയാലും കുഴപ്പമൊന്നുമില്ല. നോ വൺ സേയ് നത്തിങ്, ആരും ഒന്നും പറയൊന്നുമില്ല ലേറ്റ് ആയാലും. ആഫ്റ്റർ കമ്മിങ് ഫ്രം സ്കൂൾ ഐ ഹെൽപ്പ് മൈ മദർ വിത്ത് ദ ക്ലീനിങ് വർക്ക് ഇൻ 2 or 3 ഹൗസസ്, ഡു മൈ സ്റ്റഡീസ് ആൻഡ് ദെൻ കം ഹിയർ ടു പ്ലേ. അതായത് സ്കൂളിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ഞാൻ എൻ്റെ മദറിന് ഹെൽപ്പ് ചെയ്യും ക്ലീനിങ് വർക്കിലൊക്കെ. ഇവിടെ 2 or 3 വീടുകളിലൊക്കെ പോയിട്ട് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും. എൻ്റെ സ്റ്റഡീസ്, എൻ്റെ പഠിത്തം, അതുപോലെ തന്നെ ദെൻ കം ഹിയർ ടു പ്ലേ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കളിക്കാറ്. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആണ് എൻ്റെ വർക്ക്സും എൻ്റെ ക്ലീനിങ് വർക്ക്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കളിക്കാറുള്ളത്. ഐ ആൾസോ ഹെൽപ്പ് അറ്റ് ഹോം. അതുപോലെ തന്നെ ഞാൻ വീട്ടിലും നല്ല ഹെൽപ്പ് ചെയ്യും. ഇഫ് മൈ ബ്രദർ വാണ്ട്സ് ടീ ആൻഡ് ഹി മേക്സ് ഇറ്റ് ഫോർ ഹിംസെൽഫ് ദെൻ മദർ സേസ് ഹി ഹാസ് 3 sisters യെറ്റ് ഹി ഹാസ് ടു വർക്ക്. അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ എന്നോട് ടീ ഉണ്ടാക്കാൻ ആവശ്യപ്പെടും. ടീ വേണമെന്ന് പറയും. ടീ പറഞ്ഞാൽ ചായ അല്ലേ, ചായ വേണമെന്ന് പറയും. അവന് വേണ്ടിയിട്ട് തന്നെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദർ പറയും നിനക്ക് 3 sisters ഉണ്ട്, പക്ഷെ എന്നാലും നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ഓക്കെ. ദെൻ വൺ ഗേൾ പറയാണ് കേട്ടോ. നൗ ജസ്റ്റ് ലുക്ക് അറ്റ് സാരിൻസ് യങ്ങർ ബ്രദർ. നീ ഒന്ന് നോക്ക് സാരിൻ്റെ യങ്ങർ ബ്രദർ, ചെറിയ അനിയൻകുട്ടി. ഹീ ഈസ് ഓൺലി 5 years old ബട്ട് ഹീ സേസ്, മമ്മി വൈ ഡു യു സെൻഡ് ദീദി ടു പ്ലേ? ഷീ ഡസ് നോട്ട് ലുക്ക് നൈസ് പ്ലേയിങ് ലൈക്ക് ദാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ആസ്ക് ഹിം ഇഫ് ഹി വിൽ പ്ലേ ആൻഡ് ഹീ സേസ് ഐ ആം എ ബോയ്, ഓഫ് കോഴ്സ് ഐ വിൽ പ്ലേ. അതായത് വൺ ഗേൾ പറയാണ്, നീ സൈറസ് യങ്ങർ ബ്രദറിനെ കണ്ടിട്ടില്ലേ, അവന് 5 വയസ്സായിട്ടുള്ളൂ. പക്ഷേ അവൻ പറയാണ് മമ്മിനോട്, എന്തിനാ മമ്മി ദീദിനെ കളിക്കാൻ വിടുന്നത് എന്ന് മമ്മി ചോദിക്കുന്നത് സാരിൻസിൻ്റെ
യങ്ങർ ബ്രദർ ചോദിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്നതാണെന്ന് അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അവൾക്ക് എന്താണ് ശരിക്കും കളിക്കാനൊന്നും അറിയില്ല, ഗ്രൗണ്ടിലൊന്നും ശരിക്കും പ്ലേ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം അവനോട് ചോദിക്കുകയാണ്, അപ്പം നീ കളിക്കുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പം നീ കളിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിൻ്റെ സിസ്റ്ററിനെ പറഞ്ഞയച്ചാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പറയാണ്, ബ്രദർ പറയാണ്, ഐ ആം എ ബോയ്, ഞാനൊരു ആൺകുട്ടിയല്ലേ, സോ ഓഫ് കോഴ്സ് അതുകൊണ്ട് ഞാൻ കളിക്കും, പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ട് കളിക്കേണ്ട, അങ്ങനെയുള്ള രീതിയിൽ ആ ചെറിയ കുട്ടി വരെ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവസാനം പറയാണ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ എവറി വൺ ടു പ്ലേ, വി ഹാവ് നൗ റിയലൈസ്ഡ് how much we benefit from playing. I want to be such a good player that one other girls and boys would wish to be like me. അതുപോലെ എന്താ പറയണേ, അവസാനം പറയണേ, ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു കളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. നമുക്കെന്താ ഇപ്പം മനസ്സിലായി അല്ലേ, ഹൗ മച്ച് നമുക്ക് എത്ര ബെനിഫിറ്റാണ് ഈ പ്ലേയിൽ നിന്നും കിട്ടിയത്, കളിക്കുന്നതിൽ നമുക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടിയിട്ടില്ലേ, ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ എനിക്ക് ഒരു ഗുഡ് പ്ലെയർ ആവണം എന്നാണ് വേറെയുള്ള ഗേൾസിനേക്കാളും വലിയ അല്ലെങ്കിൽ ബോയ്സിനേക്കാളുള്ള വലിയ പ്ലെയർ ആണെന്നാണ്, ഗേൾസിനേക്കാളുള്ള വലിയ പ്ലെയർ ആയിരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ തന്നെ എന്നെ ബോയ്സും പിന്നെ എനിക്കെന്താ എൻ്റെ പോലെ തന്നെ വേറെ ആളുകളും ഗേൾസൊക്കെ എന്താണ് പ്ലെയേഴ്സ് ആവുന്നതും ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ. സോ ഡിസ്കസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഗേൾസ് ആർ നോട്ട് അലൗഡ് ടു പ്ലേ ഗെയിംസ്, ടു സ്റ്റഡി ഓർ ഡു സം അതർ വർക്ക്സ് ഓഫ് ദെയർ ചോയ്സ്? നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഗേൾസ് ഗെയിംസ് കളിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, വേറെ എന്തെങ്കിലും വർക്ക്സ് അവരുടെ ചോയ്സിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇഫ് ഗേൾസ് ആർ നോട്ട് അലൗഡ് ടു പ്ലേ ഗെയിംസ്, ടു സ്റ്റഡി ആൻഡ് ടു ഡു സം വർക്ക്സ് ഓഫ് ദെയർ ചോയ്സ്, ദെയർ ഹിഡൻ ടാലൻറ്റ് വിൽ ഗെറ്റ് suppressed and they will not be able to express themselves. They will also not be able to grow physically and mentally. അതായത് ഗേൾസിന് എന്താണ് ഗെയിംസ് കളിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഹിഡൻ ടാലൻറ്റ് എന്ത് ചെയ്യും, അതവിടെ നിൽക്കും. ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ടാലൻറ്റ് അവരിൽ നിന്നിട്ട് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ, അവർ ഫിസിക്കലി ആയിട്ടും മെൻ്റലി ആയിട്ടും അവർക്ക് വളരാനും സാധിക്കില്ല. മനസ്സിലായല്ലോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കതിൽ, ഹൗ വുഡ് യു ഫീൽ ഇഫ് യു വർ നോട്ട് അലൗഡ് ടു ടേക്ക് പാർട്ട് ഇൻ സം ഗെയിം ഓർ ഡ്രാമ? നിങ്ങളെ ഒരാൾ ചില ഡ്രാമയിലോ നാടകത്തിലോ അല്ലെങ്കിൽ ഗെയിംസിലോ ഒന്നും നിങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചില്ല, നിങ്ങളും അതിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? If I were not allowed to take part in some games or drama, I would have felt very bad and I would feel discouraged അല്ലേ. അതായത് എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായിട്ട് ബാധിക്കില്ലേ, നമ്മൾക്കത് ഭയങ്കര സങ്കടം തോന്നും, ഭയങ്കര ചീത്തയായിട്ട് നമുക്ക് ബാധിക്കും. അതെന്ത് ചെയ്യും, നമുക്ക് ഡിസ്കറേജിന് വേണ്ടിയിട്ട് ഫീൽ ചെയ്ത് നമുക്കൊരു ധൈര്യം ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് നോക്കാം. ഹാവ് യു ഹിയർഡ് ഓഫ് എനി വുമൺ പ്ലെയേഴ്സ്, നെയിം ദം ആൻഡ് ദ ഗെയിംസ് ദേ പ്ലേ? അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും വുമൺ പ്ലെയേഴ്സിനെ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ പേര് പറയാനും അതുപോലെ അത് ഏത് കളിയാണ് കളിക്കുന്നതെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സം ഓഫ് ദ വുമൺ പ്ലെയേഴ്സ് ഐ ഹാവ് ഹിയർഡ് അബൌട്ട് ദ ഗെയിംസ് ദേ പ്ലേ ആൾസോ. ഏതൊക്കെയാണ്? സാനിയ മിർസ അല്ലേ. സാനിയ മിർസ ഏത് കളിയാണ് കളിക്കുന്നത്? ഏത് ഗെയിമാണ്? ടെന്നീസ് അല്ലേ. ദെൻ പി ടി ഉഷ ഇസ് എ അത്ലറ്റിക്സ്, ഓട്ടക്കാരിയാണ് കേട്ടോ. ദെൻ തേർഡ് എന്താണ്, പിന്നെന്താണ്? അപർണ പോപ്പാൽ, കേട്ടില്ലേ, ബാഡ്മിൻ്റൺ. ദെൻ അഞ്ജു ബോബി ജോർജ്, ലോങ് ജമ്പ് അല്ലേ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം കേട്ടോ. വിമൺ എന്നുള്ള രീതിയിൽ വിമൺ പ്ലെയേഴ്സിൻ്റെയാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതാണ് ഗെയിം എന്നും റൈറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, in which areas other than sports have you heard of women getting the recognition? അതായത് ഏത് ഏരിയാസിലാണ് നിങ്ങൾക്ക് സ്പോർട്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് വുമൺസിൻ്റെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ളത്? എവിടെയാണ്, ഏത് സ്പോർട്സ് ഏരിയയിലാണ്? അതർ ദാൻ സ്പോർട്സിൽ നിന്നല്ലാത്ത ഏത് ഏരിയയിലാണ് വിമണ് കൂടുതൽ എന്താ പറയുക അറിയപ്പെട്ടിട്ടുള്ളത്?
അല്ലെങ്കിൽ ഏത് ഏരിയാസിലാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ദ അതർ ഏരിയാസ് അപ്പാർട്ട് ഫ്രം സ്പോർട്സ് വെർ വുമൺ ഹാവ് ഗോട്ട് റെക്കഗ്നേഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെ ഏരിയാസിലാണ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുള്ളത് സ്പോർട്സ് അല്ലാതെ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലേ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിരൺ ബേദി എന്ന് പറഞ്ഞ വലിയൊരു പോലീസ് ഓഫീസർ ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതുപോലെ തന്നെ പൊളിറ്റിക്സിലും സ്ത്രീകൾക്ക് കൂടുതൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയിലെ ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ആര്? ഇന്ദിരാഗാന്ധി, ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദെൻ പൊളിറ്റിക്സിൽ എന്തൊക്കെയാണ് പിന്നെ ഉള്ളത്? പ്രതിഭ ഗാന്ധി ആരാ? ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് എന്താ? മൗണ്ടൻ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പർവ്വതം ഇങ്ങനെ കയറുന്നതന്നെ ആരാണ്? ബജേന്ദ്രി പാൽ അല്ലെ, ഫസ്റ്റ് ഇന്ത്യൻ ലേഡി വു ക്ലൈംബ് ദ എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യത്തെ ഇന്ത്യൻ ലേഡിയാണ് ആര്? ബജേന്ദ്രി പാൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ആർ ദീസ് വുമൺ ലെസ് നോൺ ദാൻ മെൻ? വൈ? ഈ വുമണൊക്കെ എന്താണ് മെന്നിനേക്കാളും അറിയപ്പെടുന്നത് കുറവാണെന്നാണ് ചോദിക്കുന്നത്. വുമൺ അല്ലേ പെണ്ണാണോ ആണാണോ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്? എന്തെങ്കിലും വലിയ ഇതിലൊക്കെ വന്ന് വൈ? നോ, ഐ തിങ്ക് ദീസ് വുമൺ ആർ നോൺ മോർ ആസ് കമ്പേർഡ് ടു ദ മാൻ അല്ലേ? ശരിക്കും ഈ മാനിനേക്കാളും കൂടുതൽ അറിയപ്പെടുക വുമൺ ആണ്. കാരണം എന്താ? ബിക്കോസ് ഇൻ അവർ കൺട്രി വെരി ഫ്യൂ വുമൺ participate in such activities. As a result, they get more popularity and are more famous. അതായത് എനിക്ക് തോന്നുന്നത് എന്താണ്? വുമൺ എന്താണ് ഒരു മെന്നിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളത് വെരി ഫ്യൂ വുമൺ മാത്രമേ ആ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുള്ളൂ അല്ലേ? പക്ഷെ അധികം ആണുങ്ങളാണല്ലോ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നത്. അപ്പം കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായതുകൊണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഫേമസ് ആയിരിക്കും ആണുങ്ങളെക്കാളും. അതുകൊണ്ടാണ് കേട്ടോ മോർ പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ മോർ ഫേമസ് ഒക്കെ പെണ്ണുങ്ങളായിരിക്കും. ദെൻ നെക്സ്റ്റ്, how would you find the world to be if girls never got a chance to take part in games, drama or dance? How would you feel if such a thing happen to boys? അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക നമ്മളെ വേൾഡിലുള്ള ഗേൾസ് ഒരിക്കലും ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡ്രാമയിൽ പങ്കെടുക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഡാൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ വേൾഡിനെ എങ്ങനെയായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാം? വേൾഡിൽ എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക? ദെൻ ഹൗ വുഡ് യു ഫീൽ ഇഫ് സച്ച് എ തിങ് ഹാപ്പൻ ടു ബോയ്സ്? പക്ഷെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഈ ബോയ്സിന് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? ദെൻ ഇഫ് ദ ഗേൾസ് വിൽ നോട്ട് ഗെറ്റ് എ ചാൻസ് ടു take part in games, drama or dance, there will be no competition or challenges അല്ലേ? അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ഇതും ഇല്ലെങ്കിൽ എന്താ, ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷനൊന്നും ഉണ്ടാവില്ല അല്ലേ? ദെൻ ഒരു ചലഞ്ചസോ കോമ്പറ്റീഷനോ ഒന്നും ഉണ്ടാവില്ല. വേൾഡ് എന്ത് ചെയ്യും? സീൻ വെരി ബോറിങ്. വേൾഡ് എന്തായിരിക്കും? ഭയങ്കര ബോറിങ് ആയിരിക്കും. ഇഫ് സച്ച് എ തിങ്സ് വിച്ച് വുഡ് ഹാപ്പൻ വിത്ത് ബോയ്സ് ദെൻ ആൾസോ വിച്ച് വുഡ് ബി വെരി ബാഡ്, ബോറിങ് ആൻഡ് അൺഫെയർ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബോയ്സുമായിട്ട് നടക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? വെരി ബാഡ് ആയിട്ടായിരിക്കും അത് ബാധിക്കുക, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടായിരിക്കും ബാധിക്കുക. ഗേൾസ് ഇല്ലാതെ ഫുള്ള് ബോയ്സ് മാത്രമാകുമ്പോൾ നമുക്കതൊരു ബാഡായിട്ടും ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡു യു നോ ഓഫ് എനി വുമൺ ഓർ ഗേൾ who you would want to be like when you grow up? Think of names other than a film actor or a model. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വുമണ് അല്ലെങ്കിൽ ഏതൊരു ഗേളിനെ അതുപോലെ നിങ്ങൾക്ക് ആവാനും വളരുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ആവാൻ വേണ്ടി ആഗ്രഹമുണ്ടോ? ഏതൊക്കെയാണ് അത് ആഗ്രഹമുണ്ടോ? നമുക്ക് ഏതൊരാളെ ചില ഫിലിം ആക്ടേഴ്സിന് എടുക്കാം, അല്ലെങ്കിൽ മോഡലിനൊക്കെ എടുക്കാം നിങ്ങൾക്ക് അല്ലേ? ഇപ്പം ഞാൻ പറയുന്നത് ഐ വുഡ് വാണ്ട് ടു ബി ലൈക്ക് കിരൺ ബേദി ആൻഡ് സെർവ് ഫോർ മൈ കൺട്രി. അതായത് എനിക്ക് കിരൺ ബേദി ആവാനാണ് ഇഷ്ടം, അതായത് പോലീസ് ഓഫീസർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മളെ കൺട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് സെർവ് ചെയ്യും, നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് The next, what's next? Afreen, I just want to say that if you have some dreams for yourself, give your best to fulfill them. അതായത് അഫ്രീൻ പറയുകയാണെങ്കിൽ എനിക്ക്
ഒരു കാര്യം പറയാനുള്ളൂ. എന്താണ്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾഫില്ലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. കുഷ്ണൂർ പറയുകയാണെങ്കിൽ ഇഫ് യു ഹാവ് എ വിഷ് ഓർ എ ഡ്രീം, നിങ്ങൾക്കൊരു ആഗ്രഹമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ഹാവ് കറേജ് ടു സ്പീക്ക് അബൌട്ട്, നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, അത് പറയാനുള്ള ഒരു കറേജ് കാണിക്കണം. കറേജ് പറഞ്ഞാൽ എന്താ, ധൈര്യം അല്ലേ. ഇഫ് യു ഡോണ്ട് ഡു ദിസ് നൗ, ഇപ്പം നിങ്ങളത് ചെയ്തില്ലെങ്കിൽ യു മേ റിഗ്രറ്റ് ലൈറ്റ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ആ ഒരു അത് നിങ്ങൾക്ക് കിട്ടില്ല, അതായത് സ്വപ്നം യാഥാർത്ഥ്യമാവില്ല. Then we said the newspaper wrote about all of you. Now students will read about you in this book. How do you feel? നമ്മൾ പറഞ്ഞു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസ് എന്താണ്, ഈ ബുക്സിൽ നിങ്ങളൊന്ന് റീഡ് ചെയ്യണം. എന്ത് ചെയ്യുക, നൗ ഹൗ ഡു യു ഫീൽ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. അഫ്രീം പറയാണ് വി ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ദാറ്റ് വി ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ അവർ ഹാപ്പിനെസ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വേർഡ്സും ഇല്ല ഹാപ്പിനെസ് പറയാൻ വേണ്ടിയിട്ട്, അതായത് അത്രയും ഹാപ്പിയാണ്. വി നൗ ഫീൽ വി മസ്റ്റ് പ്ലേ ഈവൻ ബെറ്റർ, അതായത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നല്ല ബെറ്ററായിട്ട് നമ്മൾ പ്ലേ ചെയ്യണം. ടു മേക്ക് അവർ ഏരിയ, നമ്മളുടെ ഏരിയ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കൺട്രി ഫേമസ്, നമ്മളെ കൺട്രി ഫേമസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഓൾ ഗേൾസ് പറയാണ് യെസ് ദിസ് ഈസ് അവർ വിഷ് ടു, ഞങ്ങളുടെ ആഗ്രഹം എന്താണ്, ഇതാണ് നമ്മുടെ കൺട്രീനെ ഫേമസ് ആക്കണം, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം ഒക്കെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ന്യൂസ് പേപ്പർ നോക്കുക. കോച്ച് സർ, ദ കോച്ച് ഹു മെയ്ഡ് ദിസ് ടീം നൂർഖാൻ ടോൾഡേഴ്സ്, അതായത് ഈ കോച്ചാണ് ഈ ഒരു ടീം ഉണ്ടാക്കിയത്, നൂർഖാൻ ഞങ്ങളോട് പറഞ്ഞു. നൂർഖാൻ എന്താ പറഞ്ഞത്, ദിസ് പാർട്ട് ഓഫ് മുംബൈ ഈസ് വെരി ക്രൗഡഡ്, ദിസ് ഈസ് ദ ഓൺലി പ്ലേ ഗ്രൗണ്ട് ഇൻ ദിസ് ഏരിയ, ദിസ് ഈസ് അവർ സ്മോൾ ബച്ചുഖാൻ പ്ലേ ഗ്രൗണ്ട്. അതായത് ഇവിടെ എന്താ, മുംബൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡാണ്, അറിയാമല്ലോ മുംബൈ നഗരം എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കരമായിട്ട് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്, നന്നായി ക്രൗഡായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഈ ഒരു സ്ഥലം മാത്രമേ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ടുള്ളൂ. ഇത് ഈ സ്മോൾ പ്ലേ ഗ്രൗണ്ടിൽ ഞങ്ങൾ എന്ത് പേരാണ് പറയുന്നത്, ബച്ചുഖാൻ പ്ലേ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. എ പേഴ്സൺ നൈമഡ്, ഒരു പേഴ്സണാണ് ഇതിന് പേരിട്ടത്. എന്താണ്, മുസ്തഫ ഖാൻ യൂസ് ടു ലീവ് ഇൻ അവർ ഏരിയ. എന്തെയ്യോ, മുസ്തഫ ഖാൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരാൾ ഞങ്ങളെ ഏരിയയിൽ താമസിച്ചിരുന്നു. എവരി വൺ വാസ് അഫ്രൈഡ് ഓഫ് ഹിം, എല്ലാവർക്കും അവരെ കുറിച്ച് ഭയങ്കര പേടിയായിരുന്നു, അഫ്രൈഡായിരുന്നു, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു അവരെ കുറിച്ച്. ബട്ട് ചിൽഡ്രൻ വേസ് വെരി ഫോണ്ട് ഓഫ് ഹിം, പക്ഷേ എല്ലാവർക്കും എന്താണ്, പക്ഷെ കുട്ടികൾക്കൊക്കെ എന്താ, അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ എവരി വൺ സ്റ്റാർട്ടഡ് കോളിങ് ഹിം ബച്ചുഖാൻ, എല്ലാവർക്കും ഭയങ്കര പേടിയാണെങ്കിലും എന്താണ്, കുട്ടികൾക്കൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നിട്ട് എന്ത് ചെയ്തു, അവരെ വിളിക്കാൻ തുടങ്ങി, എന്ത്, ബച്ചുഖാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്താണ്, ബച്ചുഖാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അയാളെ പേരാണ് കേട്ടോ ബച്ചുഖാൻ. ദെൻ ദർ വാസ് നോ ഗ്രൗണ്ട് ദെൻ, പക്ഷെ അവിടെ ഒന്നും ഒരു ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല. അതൊന്നൊരു ജസ്റ്റ് മഡി ലാൻഡ് ആയിരുന്നു, പക്ഷെ മണ്ണ് നടന്നിട്ടുള്ള ഒരു സ്ഥലം അതായിരുന്നു. ബച്ചുഖാൻ എന്ത് ചെയ്തു, കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ബച്ചുഖാൻ യൂസ് ടു ട്രെയിൻ ചിൽഡ്രൻ ടു പ്ലേ, കളിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു. ദ ബിവർ അമംഗ് ദോസ് ചിൽഡ്രൻ, ഞങ്ങളായിരുന്നു അതിൽ പെട്ട കുട്ടികൾ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബച്ചുഖാൻസ് ഡിവോഷൻ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ ബച്ചുഖാൻസിൻ്റെ ഡിവോഷനാണ്. ഡിവോഷൻ എന്ന അർപ്പണബോധമാണ്, അപ്പോൾ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഏരിയയിലുള്ള പ്ലെയേഴ്സിനെ അവരെന്ത് ചെയ്യും, വേറെയുള്ള ടീംസുമായിട്ട്, വേറെ അതർ കൺട്രിയിലുള്ള ടീംസുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ, ലൈക്ക് ബച്ചുഖാൻ്റെ പോലെ ഐ ഹാവ് ട്രെയിൻ ദ ചിൽഡ്രൻ ഓഫ് ദിസ് ഏരിയ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്തു. ടുഡേ അവർ ടീം ഹാസ് സം ഹൂ പ്ലേ അറ്റ് ദ ഇൻ്റർനാഷണൽ ലെവൽ, ഇപ്പം ഞങ്ങളുടെ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത്. സം ഹാവ് ഈവൻ വൺ ദ അർജുന അവാർഡ്, ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അർജുന അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. നൂർഖാൻ കണ്ടിന്യൂഡ്, നൂർഖാൻ പറയാണ് ഇൻ ദിസ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വി ഹാവ് ആൾസോ പ്രിപ്പയർഡ് എ ഗേൾസ് ടീം ഹിയർ. ഇത് ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്യും, ഞങ്ങളും ഒരു ഗേൾസ് ടീമിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഗേൾസ് പ്ലേ ഫോർ ദ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ടീം, ഞങ്ങൾ ഗേൾസ് എന്ത് ചെയ്തു, മഹാരാഷ്ട്ര
സ്റ്റേറ്റ് ടീമിന് വേണ്ടിയിട്ട് മത്സരിച്ചു, പ്ലേ ചെയ്തു. ദേ പ്രാക്ടീസ് വെൽ വിത്ത് ഗുഡ് ഡിസിപ്ലിൻ. അവർ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഗുഡ് ഡിസിപ്ലിനോട് കൂടി. അവർ ഗേൾസ് ആൻഡ് ബോയ്സ് കം ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്. ഞങ്ങളുടെ ഗേൾസും ബോയ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലിയിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സം ആർ ഫ്രം പ്യുവർ ഹോംസ് ആൻഡ് സം ഫ്രം റിച്ചർ. അതായത് ചിലത് എന്തായിരുന്നു, നല്ല പ്യുവർ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചിലത് എന്താണ്, നല്ല പൈസ, നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. സം സ്റ്റഡി ഇൻ ഉറുദു മീഡിയം. ചിലരെന്തായിരുന്നു, ഉറുദു മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. ആൻഡ് സം ഇൻ ഇംഗ്ലീഷ്. ചിലർ ഇംഗ്ലീഷ് ആയിരുന്നു. ബട്ട് വൺസ് ദേ കം ഹിയർ ദേ ഓൾ മേക്ക് എ ടീം. എന്നിട്ട് അവരൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ടീമായിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. ദെൻ തിങ്ക് ആൻഡ് റൈറ്റ്. ഇനി നിങ്ങൾ ചിന്തിച്ച് റൈറ്റ് ചെയ്യാനുള്ളതാണ്. ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. സെറ്റ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താ പറയുന്നത്, അഫ്സാന ഹാസ് ജംപ്ഡ് ഓവർ ദ വോൾ. എന്താണ്, അഫ്സാൻ എന്ത് ചെയ്തു, ചുമരൊക്കെ മറികടന്നു എന്ന് പറയണേ അല്ലേ. അതായത് അവരുടെ ആഗ്രഹം സഫലീകരിച്ചു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, the gender wall that her mother had put up for her. Think and write it in your words, in your own words. What was this wall? What do you understand by gender bias? പക്ഷെ അവൾ എന്ത്, ആ മതിലൊക്കെ തകർത്ത് അവൾ അതിന് മുകളിലേക്ക് ചാടി വന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ജെൻഡർ വാൾ എന്ന് പറഞ്ഞാൽ എന്താ, ആൺ പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം അല്ലേ. അതെന്താണ്, മദർ അവളുടെ മേലിൽ ചുമത്തിയിരുന്നു. മദർ പറഞ്ഞു നീ ഒരു പെണ്ണാണെന്നുള്ള രീതിയിൽ ചുമത്തിയിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വേർഡ്സിൽ ചിന്തിച്ചിട്ട് റൈറ്റ് ചെയ്യുക. എന്തായിരുന്നു ഈ വാൾ, എന്ത് ചുമരാണിത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ജെൻഡർ ബയാസ്. എന്താണ് ഈ ജെൻഡർ ബയാസ് എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണത്, നിങ്ങളെന്താ ജെൻഡർ ബയാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ വാൾ ബീയിങ് ഡിസ്കസ്ഡ് ഹിയർ റെഫേഴ്സ് ടു ദ വാൾ ഓഫ് ദി ജെൻഡർ ബയാസ് അല്ലേ. നമ്മൾ പറയണ ഇവിടെ പറയുന്ന ഈ വാൾ എന്താണ് റെഫർ ചെയ്യുന്നത്, വാൾ ഓഫ് ജെൻഡർ ആണ്. അതായത് ആൺ പെൺ എന്നുള്ള വ്യത്യാസം. ബൈ ജെൻഡർ ബയാസ് വി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഇൻ ദ അപ്രോച്ച് ഓഫ് പീപ്പിൾ ടുവാർഡ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഈ പീപ്പിൾ ബോയ്സിലും അതുപോലെ ഗേൾസിനോടും കാണിക്കുന്ന ഓരോരോ ഡിഫറൻസ് അല്ലേ. നമ്മളുടെ കൺട്രിയിൽ എസ്പെഷ്യലി ഇൻ ദ സ്മോൾ വില്ലേജസ് പീപ്പിൾ സ്റ്റിൽ ബിലീവ് ദാറ്റ് ബോയ്സ് ആർ സുപ്പീരിയർ ദാൻ ഗേൾസ് അല്ലേ. അതായത് എസ്പെഷ്യലി വില്ലേജ് സ്ഥലത്തൊക്കെ, ഈ ഗ്രാമപ്രദേശങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾ ബിലീവ് ചെയ്യുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്, ബോയ്സ് ആണ് ഗേൾസിനേക്കാളും വലുത് എന്നാണ്. ബോയ്സ് ഹാവ് എ റൈറ്റ് ടു സ്റ്റഡി. ബോയ്സിന് എന്തുണ്ട്, പഠിക്കാനുള്ള അവകാശമുണ്ട്. ടു പ്ലേ ചെയ്യാനുള്ള അവകാശമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. എന്ത് ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് ഗേൾസ് ആർ മെൻറ്റ് ഫോർ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഓൺലി. പക്ഷേ ഗേൾസിന് എന്താണ്, ഹൗസ് ഹോൾഡ് വർക്കിന് മാത്രം, അതായത് വീട്ടിലെ ജോലിക്ക് മാത്രമാണ് പറ്റുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ആളുകൾക്ക് ഉള്ളത് കേട്ടോ. ദെൻ ദേ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു അലോ ഗേൾസ് ടു ഗോ ഔട്ട് ആൻഡ് സ്റ്റഡി. പക്ഷെ അവർ പിന്നെ ബിലീവ് ചെയ്യുന്നത് എന്താണ്, ഈ ഗേൾസിനൊന്ന് പുറത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ പുറത്ത് പോവുക, കളിക്കുക, അതൊന്നും പറ്റിയ കാര്യങ്ങളല്ല, വർക്ക് ചെയ്യുക, അതൊന്നും നല്ലതല്ല എന്നാണ് പറയുന്നത്. ബട്ട് നൗ എ ഡേയ്സ്, പക്ഷേ ഇപ്പോൾ എന്താണ്, പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ആളുകൾ എന്ത് ചെയ്ത് നന്നായി മാറിയിട്ടുണ്ട്. ഗേൾസ് ആർ ആൾസോ ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെസ്പെക്ട് ആസ് ബോയ്സ് എക്സെപ്റ്റ് ഇൻ ഫ്യൂ സ്മോൾ വില്ലേജസ്. ചെറിയ വില്ലേജസിലല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഗേൾസിനും ബോയ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇത് നെക്സ്റ്റ് എന്താ, ജെൻഡർ ബയാസിലെ കുട്ടികൾ കളിക്കുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുള്ളത്, ഗെയിംസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ബി ഡിഫറെൻറ്റ്. അതായത് ഗേൾസിനും ബോയ്സിനും ഉള്ള ഗെയിംസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ചിലത് ഗേൾസിന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോയ്സിന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. തിങ്ക് ആൻഡ് റൈറ്റ്. നിങ്ങൾ ചിന്തിച്ചിട്ട് റൈറ്റ് ചെയ്യാൻ, വാട്ട് യു ഫീൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലേ, നോ അല്ലേ. ഐ തിങ്ക് there should not be much difference in the games of boys and girls. Girls are also very competent, then hard working, and they can also take challenges very well. Today there is hardly any field in which the girls have not proven themselves. Thus girls and boys should be treated properly.
എന്താണ് നമുക്ക് പറയാമല്ലേ, നമുക്ക് ശരിക്കും വലിയ ഡിഫറൻസ് ഒന്നും ബോയ്സും ഗേൾസും തമ്മിലുള്ള ഗെയിംസിൽ ഉണ്ടാവാറില്ല. ഗേൾസും ഭയങ്കരമായിട്ട് കോമ്പറ്റൻ്റ് ആണ്, നന്നായി കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹാർഡ് വർക്കിംഗ് ആണ്, അവർക്ക് എന്താണ് ചലഞ്ചസ് നന്നായി എടുക്കാനൊക്കെ അറിയാം. ടുഡേ ഇപ്പം എന്താണ് നമ്മളെ ഹാർഡ്ലി ആയിട്ട് എനി ഫീൽഡ്, ചില ഫീൽഡിലൊക്കെ എന്താണ് അവർ ഗേൾസ് അവരുടെ അവർ തന്നെ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കഴിയാത്ത ഫീൽഡായിട്ട് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഗെയിംസിലൊക്കെ. പക്ഷെ എന്നാലും ഗേൾസും ബോയ്സും എന്താണ് ട്രീറ്റഡ് വെരി പ്രോപ്പർലി ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ മെയ്ഡ് ദ ലീഡർ ഓഫ് എ ടീം, നിങ്ങളൊരു ടീമിൻ്റെ ലീഡറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഹൗ വിൽ യു പ്രിപ്പയർ യുവർ ടീം? അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ടീമിനെ പ്രിപ്പയർ ചെയ്യുക? അങ്ങനെ ടീമിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇഫ് ഐ വുഡ് ഹാവ് ബീൻ എ ലീഡർ ഓഫ് മൈ ടീം, ഐ വുഡ് പ്രിപ്പയർ മൈ ടീം ജസ്റ്റ് ലൈക്ക് ദ നക്ബാഡ ടീം. ഫോർ ദീസ് ഐ വുഡ് ടേക്ക് കെയർ ഓഫ് ദി ഫോളോയിങ് തിങ്സ്. അതായത് നമുക്ക് എന്താണ് നമ്മളുടെ ഈ ടീമിൻ്റെ ലീഡർ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ടീമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് നാഗ്ബാഡ ടീമിൻ്റെ പോലെ അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഐ വുഡ് എൻകറേജ് ദം ടു പ്ലേ വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്ലെയേഴ്സിനെ, നമ്മളെ കൂടെയുള്ള ടീമിൻ്റെ മെമ്പേഴ്സിനോടൊക്കെ എന്ത് ചെയ്യണം, നല്ല എൻകറേജ്മെൻറ്റ് കൊടുക്കണം. നന്നായി അവർക്ക് പരിശീലനം കൊടുത്തിട്ട് നല്ലോണം എൻകറേജ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി കൊടുത്തിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്താ, ഹോണസ്റ്റി ആയിരിക്കണം, സത്യസന്ധമായിട്ടിരിക്കണം, ചെയ്യണം. ദെൻ ഐ വുഡ് ടെൽ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് മെയിൻറ്റെയിൻ യൂണിറ്റി. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ടീം അംഗങ്ങളോട് ഞാൻ പറയും, എല്ലാവരും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു യൂണിറ്റി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യത്തോടെ കൂടി നിൽക്കുക. ദെൻ ദേ ഷുഡ് സപ്പോർട്ട് ഈച്ച് അതർ, നെവർ ഇൻസൾട്ട് ഈച്ച് അതർ ഫോർ ദെയർ മിസ്റ്റേക്സ് ആൻഡ് പ്ലേ ഫോർ ദ വോൾ ടീം. അതായത് നമ്മൾ ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ടീമിലുള്ള എല്ലാ അംഗങ്ങളെയും. പിന്നെ ഒരിക്കലും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. ദെൻ എന്ത് ചെയ്യുക, ആ വോൾ ടീമിന് വേണ്ടിയിട്ട് കളിക്കുക. മനസ്സിലായല്ലോ. ദെൻ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോപ്പറേഷൻ ആൻഡ് യൂണിറ്റി ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ ടീം. അത് നമുക്ക് എന്ത് ചെയ്യും, അവർ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. കോപ്പറേഷൻ അല്ലെങ്കിൽ യൂണിറ്റി, അതാണ് ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഐ വുഡ് ആൾസോ ആസ്ക് ദം ടു പ്രാക്ടീസ് ആൻഡ് എക്സസൈസ് ഡെയിലി. ഞാൻ എന്ത് ചെയ്യും, അവരോട് ചോദിക്കും എന്താണ് നന്നായി പ്രാക്ടീസ് ചെയ്യാനും അപ്പോൾ തന്നെ എക്സസൈസ് ചെയ്യാനും ഡെയിലി ആവശ്യപ്പെടും. ഇത്രയും കാര്യങ്ങളാണുള്ളത് ഈ ചാപ്റ്റർ. ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ ആൻഡ് ഐ വിൽ സെൻഡ് ദ ആൻസേഴ്സ് ഓഫ് all the question in the WhatsApp group. Don't forget to write in your notebook and send to me. Okay? പല കുട്ടികൾ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം വിസിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലേക്കും വരും. അപ്പോൾ അതൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഈ തേർഡ് ടേമെങ്കിലും നിങ്ങളൊന്ന് ഫുൾ കംപ്ലീറ്റ്, ഇപ്പോൾ ആകെ 2-3 ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചല്ലേ റൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. മാം നോട്ട് ചെക്ക് ചെയ്യും എല്ലാ സബ്ജക്റ്റും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഞാൻ ആഴ്ചയിൽ തരുന്ന നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ടിൽ റൈറ്റ് ചെയ്യണം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ആൻഡ് സെൻഡ് മീ. എനിക്ക് സെൻഡ് ചെയ്യും വേണം. ഓക്കെ, ബൈ.